നമ്മുടെ നാലുപാടും ഒരുപാട് ബാങ്കുകളുണ്ട്. ആ ബാങ്കുകളൊക്കെ മിക്കതും RBIയുടെ കൺട്രോളിലാണ്. അപ്പോൾ RBIയുടെ കൺട്രോളിലുള്ള ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം RBIയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു വലിയ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കയ്യിലുള്ള പണം ഏതെങ്കിലും ബാങ്കിൽ കൊണ്ട് ഫിക്സ് ചെയ്യും, അല്ലെങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഒരു ബാങ്കിൽ കൊണ്ടിടുന്ന പണം ആ ബാങ്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഇട്ട പണം തിരികെ കിട്ടുമെന്നൊരു വിശ്വാസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ RBIയുടെ കൺട്രോളിലുള്ള ബാങ്കിൽ കൊണ്ട് ക്യാഷ് ഇടുന്നത്. എന്നാൽ ഇതിനകത്ത് കുറച്ച് യാഥാർത്ഥ്യങ്ങളുണ്ട്, അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപ ഉണ്ടെന്ന് വെക്കുക. നിങ്ങൾക്ക് RBIയുടെ കൺട്രോളിലുള്ള ബാങ്കിൽ നിങ്ങൾ കൊണ്ടത് ഫിക്സ് ചെയ്യുന്നു. ഇനി ഏതെങ്കിലും രീതിയിൽ ആ ബാങ്ക് പൂട്ടാനൊരു സാഹചര്യം വന്നാൽ, അല്ലെങ്കിൽ പൊളിഞ്ഞു പോകാനൊരു സാഹചര്യം വന്നാൽ എന്തായിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നത്? RBIയുടെ കൺട്രോളിലുള്ളതാണല്ലോ, RBIയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ബാങ്ക് ആണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ 50 ലക്ഷം രൂപ തിരികെ കിട്ടും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങൾക്ക് 50 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ട് ഫിക്സ് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ സേവിങ് അക്കൗണ്ടിലൊക്കെ നിങ്ങൾ ബാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ബാങ്ക് പൊളിഞ്ഞു പോയാൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്നത് നിങ്ങൾക്ക് 5 ലക്ഷം രൂപയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നീട് ആ ബാങ്കിന് ആസ്തിയൊക്കെ ഉണ്ടെങ്കിൽ അത് കേസ് കൊടുത്തൊക്കെ ബാക്കി പൈസയൊക്കെ കിട്ടുന്നിടത്തോളം നിങ്ങൾക്ക് ക്രമത്തിനനുസരിച്ച് കിട്ടിയെന്ന് വരാം. പക്ഷേ RBIയുടെ ഗ്യാരണ്ടി പ്രകാരം നിങ്ങൾക്ക് കിട്ടുന്നത് 5 ലക്ഷം രൂപയായിരിക്കും. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതാണ്. ഇനി ഈ 50 ലക്ഷം അല്ല, നിങ്ങൾ 1 കോടിയായാലും 2 കോടിയായാലും 3 കോടിയായാലും മിനിമം 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന കവറേജ് ആ ബാങ്ക് പൊളിഞ്ഞു പോയാൽ, നിയമപരമായിട്ട് എന്തെങ്കിലും സാധ്യത കൊണ്ട് പൊളിഞ്ഞു പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ 5 ലക്ഷം രൂപയുടെ ഒരു കവറേജ് ആയിരിക്കും. 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ബാങ്കിൽ കിട്ടും. അപ്പോൾ അതിനെന്താ നമ്മൾ ഇനി ചെയ്യുന്നത്? നമുക്ക് ചിന്തിച്ച് കാര്യങ്ങളൊക്കെ വളരെ ആലോചിച്ച് കൈകാര്യം ചെയ്യണം. അതിനെന്താ നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗം? നിങ്ങൾ ഈ 50 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങുക. RBIയുടെ കൺട്രോളിലുള്ള, RBIയുടെ നിയമത്തിൽ പ്രവർത്തിക്കുന്ന 10 ബാങ്കുകളിൽ നിങ്ങൾ അക്കൗണ്ട് എടുക്കുക. ഈ 10 ബാങ്കുകളിലും 5 ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ കൊണ്ട് നിക്ഷേപിക്കുക. അങ്ങനെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഏത് ബാങ്ക് പൊളിഞ്ഞാലും നിങ്ങൾക്ക് 5 ലക്ഷം രൂപ നിങ്ങൾക്ക് കവറേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഒരു പൈസയും നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. അപ്പോൾ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഈ ബാങ്കുകളെല്ലാം തന്നെ അത് ഡെവലപ്പ് ആവട്ടെ, നമ്മുടെ പൈസ നഷ്ടപ്പെടാതിരിക്കട്ടെ. സൂക്ഷിച്ച് പണം കൈകാര്യം ചെയ്യുക. താങ്ക് യു.